Hello friends, welcome back to my channel NS World. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണ്. ടീനേജേഴ്സിനൊക്കെ ബെസ്റ്റ് ആണ്. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഐ മേക്കപ്പ് ഒക്കെ നോക്കിയാൽ വളരെ സിമ്പിളാണ്, ബട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് അധികം കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് ഫുള്ള് ഇരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പുകൾ കാണാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റിൽ എഴുതുക. 10 മാർക്സിൽ എത്ര മാർക്ക് കൊടുക്കുന്നത് എനിക്കൊന്ന് അറിയാനാണ്. എനിക്ക് വളരെ ഇഷ്ടമായി ഈ മേക്കപ്പ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാർട്ടി ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഗസ്റ്റായിട്ട് നമുക്ക് പോകാനൊക്കെ ചെയ്യുന്നെങ്കിൽ സൂപ്പറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ പറഞ്ഞ് സമയം വേസ്റ്റ് ആക്കണ്ട. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഹിമാലയ നീം പ്യൂരിഫയിങ് ഫേസ് വാഷാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസിങ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ധാത്രിയുടെ ഫെയർനെസ് മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇല്ലാത്ത ആളാണെങ്കിൽ നമുക്ക് ആലോവേറ ജെല്ല് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ ഡോട്ട് രീതിയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈവൻലി നമുക്ക് എല്ലായിടത്തും കിട്ടും. ഇനി ഞാനിപ്പോൾ സർക്കുലർ മോഷനിൽ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കഴുത്തിലും ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്ത് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിൽ നമ്മൾ കഴുത്തിലും ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ കൺസീലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കൺസീലർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബ്രഷ് വെച്ചിട്ടാണ് കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺസീലർ ചിലപ്പോൾ സ്റ്റിക്ക് ആവാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എനിക്കുള്ള അനുസരിച്ചിട്ട് ഞാൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളിതേപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം വന്നു, ഞാൻ കൺസീലർ ബ്ലെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കോമ്പാക്ട് പൗഡർ ഇട്ടപ്പോൾ അത് ഒരു പാച്ചിയായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ കട്ടായിട്ട് അത് ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കിയിട്ട് ശേഷം ഞാൻ ബ്ലെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതേ ഞാൻ നന്നായി ബ്ലെൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുത്തത് നമ്മൾ സെല്ലോ ടേപ്പാണ് ഒട്ടിക്കുന്നത്. മിക്ക എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിനാണ് സെല്ലോ ടേപ്പ് ഒട്ടിക്കണേന്ന്. ഇനിയിപ്പോൾ അറിയാറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ ഐ ഷാഡോയ്ക്ക് ഒരു എഡ്ജ് കിട്ടാനും പിന്നെ നമ്മൾ ബിഗ്നേഴ്സിനൊക്കെ ഐലൈനർ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് വിങ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിപ്പോൾ സെല്ലോ ടേപ്പ് ഇടുന്നത്. ഇനി നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ജാക്ലിൻ ഹില്ലിൻ്റെ ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ ഇതിൽ മിററില്ല. ഞാൻ സാധാരണ കാണാറുള്ള എല്ലാ ഐ ഷാഡോയ്ക്കും മിററുണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ഈ ഐ ഷാഡോ പാലറ്റിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ആംഗിൾ ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ബ്രഷ് ഉപയോഗിക്കാത്ത ഒരു പെർട്ടിക്കുലർ ബ്രഷ് ഇല്ല ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ. കാരണം ഞാൻ മേക്കപ്പ് ഫുള്ളും പഠിച്ച യൂട്യൂബ് നോക്കിയത്. പ്രത്യേകിച്ച് ആരും ബ്രഷിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ലൈറ്റർ ഷെയ്ഡാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ ഐ ഷാഡോ പാലറ്റിലത്തെ ഏറ്റവും ലൈറ്റസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ ഞാൻ നന്നായി ഒന്ന് അപ്ലൈ ചെയ്യാണ്. നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ഈ ലൈറ്റർ ഷെയ്ഡ് ഉപയോഗിച്ചാൽ മതി. ഈ അടുത്ത് ഞാനൊരു റെഡും ഗോൾഡ് ഐ ഷാഡോ മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റെഡ് വെച്ചിട്ടൊരു ട്രാൻസിഷൻ കളർ ചെയ്യാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏറ്റവും ലൈറ്റായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മേലെ കൂടെ വീണ്ടും നല്ല ഡാർക്കാക്കി. അപ്പോൾ ഐ ഷാഡോ മേക്കപ്പൊക്കെ ഞാൻ മെല്ലെ കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾക്കും എൻ്റെ ഒപ്പം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളാട്ടോ ചെയ്യാൻ. പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഡിഫിക്കൾട്ടൊന്നുമില്ല. ചില ഐ ഷാഡോ മേക്കപ്പ് ഉണ്ട് വളരെ ഡിഫിക്കൾട്ടാണ്. ബട്ട് ഈ ഐ ഷാഡോ മേക്കപ്പ് വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല.
അപ്പോൾ അതേ ഞാൻ വീണ്ടും അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ഐ ഷാഡോ എടുത്തിട്ട് നന്നായി അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് ഉള്ളതുകൊണ്ട് പുറത്ത് പോകുന്ന ഒരു പേടിയും നമുക്ക് വേണ്ട. അപ്പോൾ സെല്ലോ ടേപ്പ് മെത്തേഡ് നല്ലൊരു മെത്തേഡാണ്. അപ്പോൾ അതേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ മേക്കപ്പ് ടിപ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളിത് ഐ ഷാഡോ ഒരു കണ്ണിലത്തെ റെഡ് ഐ ഷാഡോ നമ്മൾ ചെയ്ത് കഴിയാറായി. ഇനി നമുക്കൊരു മെറൂൺ ഷെയ്ഡാണ്. ഇതേ കണ്ടോ, ഞാൻ വേറൊരു ബ്രഷ് വെച്ചിട്ട് ഒരു മെറൂൺ ഷെയ്ഡ്, മെറൂണും കുറച്ച് ബ്രൗണും മിക്സാക്കി ഒരു ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ ആ ബ്രോസിൻ്റെ സ്ഥലത്ത് ചെയ്യാണ്. പിന്നെ വേറെ കാര്യം ഗൈസ്, ഞാൻ ബ്രോ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എൻ്റെ ബ്രോ കുറച്ച് ഫുള്ളായിട്ടുള്ളതാണ്. പിന്നെ അതിന് മേലെ ചെയ്യുമ്പോൾ കുറച്ച് രസം വന്നില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതേ ഞാനിതേ ആ ബ്രൗണും കൂടി ഇട്ട് കഴിഞ്ഞു. കുറച്ചും കൂടി ഞാൻ പിന്നെ കട്ട് ക്രീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കാണ്. ഇനി അടുത്തത് ഒരു ആപ്ലിക്കേറ്റർ വെച്ചിട്ട് നമ്മൾ ആ ഗോൾഡാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഗോൾഡ് നമുക്ക് ഈ ആപ്ലിക്കേറ്ററിലേക്ക് എടുക്കാം. കണ്ടോ, നല്ലൊരു ഗോൾഡ് ഷെയ്ഡാണ്, കുറച്ചുകൂടി ഒരു ഗ്ലിറ്ററിയും ഷിമ്മറും കൂടി ചേർന്നിട്ടുള്ള പോലത്തെ. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ആപ്ലിക്കേറ്റർ വെച്ച് ചെയ്യണം. ആപ്ലിക്കേറ്റർ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ അതേ ഞാൻ കുറേ വട്ടം ഇങ്ങനെ ആക്കി. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക, ഒരു സൺസെറ്റ് കൈൻഡ് ഓഫ് ലുക്കാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഐ ഷാഡോ ഒക്കെ ഉള്ളത്. ഒരു എന്താണ് റെഡ് യെല്ലോ അതൊക്കെ കൂടി നല്ലൊരു ഒരു ഫയറിൻ്റെ പോലത്തെ ഒരു ഐ ഷാഡോ മേക്കപ്പാണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെഡ് പട്ട് സാരിക്കൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ സൂപ്പറാണ്. പിന്നെ ടീനേജേഴ്സിനൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ചുകൂടി ഡാർക്കാക്കി, കാരണം എനിക്ക് ക്യാമറയിൽ കാണാനുണ്ടായിരുന്നില്ല പിഗ്മെൻറ്റഡ് ആണോയെന്ന്. അപ്പോൾ ഞാൻ രണ്ട് കണ്ണും ഇതുപോലെ തന്നെ ചെയ്തു. ഇനി നമ്മളാണ് ഐലൈനറാണ് ചെയ്യുന്നത്. അപ്പോൾ ഐലൈനറാണ് എനിക്ക് ഏറ്റവും ടഫ് ഉള്ളത്. അപ്പോൾ എന്നാലും ഞാൻ കുറേ വട്ടം ചെയ്തിട്ടുണ്ട്. മിക്ക ബട്ടൺ തെറ്റോ എന്നാണ്. പിന്നെ ഇപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഐ ഷാഡോ കേടാവും എന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബിഗ്നേഴ്സ് ആണെങ്കിൽ മെല്ലെ ചെയ്താൽ മതി, നമുക്ക് അധികം തിരക്കൊന്നും ഇല്ല. അപ്പോൾ അതേ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതുകൊണ്ട് നമുക്ക് ആ വിങ് രണ്ടും പെർഫെക്റ്റ് വിങ് ആയിട്ട് വന്നു. കണ്ടോ, അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ മേലെ കൂടെ പോവാണ് കുറച്ചുകൂടി കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് സാറ്റിസ്ഫൈങ് പാർട്ട്, ദ ടാപ്പ് റിമൂവൽ. അപ്പോൾ അതേ നമ്മുടെ ഐ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഫേസ് മേക്കപ്പിലേക്ക് കിടക്കുകയാണ് നമ്മൾ. അപ്പോൾ പ്രൈമർ ആണ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് പ്രൈമർ വളരെ കുറച്ച് മതി ഇട്ട് കൊടുക്കാൻ, കാരണം നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ക്ലോസ് ആയി ഒരു ഫ്ലോലെസ് മേക്കപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നമ്മൾ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷന് ഞാൻ ഡോട്ട് മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഫുള്ളി ഈവൻലി സ്പ്രെഡ് ആയിക്കോളും. അപ്പോൾ അതേ ഞാൻ ഇപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഒരു ബ്രഷ് വെച്ചിട്ട് ഈ ഫൗണ്ടേഷൻ നന്നായി ബ്ലെൻഡ് ആക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രഷ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടും ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ദേ ഗൈസ് നമ്മളിത് നന്നായി ബ്ലെൻഡ് ആക്കേണ്ടത്. പിന്നെ വേറെ ഒരു കാര്യം, നിങ്ങൾക്ക് ബ്രഷ് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കൊന്നുമില്ല. നിങ്ങൾക്ക് കൈ വെച്ചിട്ടോ ഫിംഗർ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കഴുത്തിലും ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്തു. അപ്പോൾ അതേ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതേ ഇനി നമ്മൾ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റായിട്ട് ഇരിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ എത്ര വെയിലായി നമ്മൾ വേർക്കില്ലേ, അപ്പോൾ അതൊന്ന് സെറ്റായിട്ടിരിക്കുക. നമ്മൾ ഫൗണ്ടേഷൻ ഒഴുകി പോവാതിരിക്കാൻ വേണ്ടി സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അതേ കോമ്പാക്ട് പൗഡർ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും കഴുത്തിലും ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കോണ്ടോർ ബ്രഷ് പിന്നെ ലിപ്സ്റ്റിക്കും ആഡ് ചെയ്ത് കൊടുക്കാം. സോ അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊരു കോണ്ടോർ പ്ലസ് ഹൈലൈറ്റർ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതേ കോണ്ടോർ സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ചീക്ക് ബോൺസിമേ വരച്ചു കൊടുത്തു. പിന്നെ ഞാൻ ഈ ആടിയുടെ ഭാഗത്തും വരച്ചു കൊടുത്തു, ജോ ബോൺസുമേയും. അപ്പോൾ പിന്നെ ഞാൻ ഫോർഹെഡുമേയും വരച്ചു കൊടുത്തു. ഇനി നമുക്കിത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മേക്കപ്പ് ബ്രഷ് വെച്ചാണ് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ട് എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഫോർഹെഡിൽ വരച്ചത് എനിക്ക് അറിഞ്ഞൂടെ എന്താണെന്ന്. ഞാൻ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ ആ ബ്രൗൺ കളറായി. ഇനി അടുത്തത് ഞാൻ എടുക്കുന്നത് ഹൈലൈറ്ററാണ്. അപ്പോൾ ഈ ഹൈലൈറ്റർ എനിക്ക് തോന്നണില്ല അത് വർക്കാവുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹൈലൈറ്റർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും ഞാൻ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തത് ബ്ലഷ്. അപ്പോൾ എനിക്ക് ബ്ലഷ് ഇടാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ബ്ലഷൊക്കെ ഇടും. നിങ്ങൾക്കിപ്പോൾ ബ്ലഷ് അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബ്ലഷ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതേ ഞാൻ ചീക്സും ആഡ് ചെയ്തു. പിന്നെ കുറച്ച് നമ്മുടെ ആടിയുടെ ഭാഗത്തും ചിന്നിൻ്റെ ഭാഗത്തും പിന്നെ നമ്മുടെ നോസുമേ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ റോസ് പോലെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തതാണ് ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഞാൻ കളറൻസിൻ്റെ ലിപ്സ്റ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്കൊന്ന് കുറച്ചും കൂടി ആഡ് ചെയ്യാം. കാരണം ക്യാമറയിൽ നമ്മൾ ഇടണേക്കാളും കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത്. പിന്നെ ഞാനൊരു ബ്രഷ് വെച്ചിട്ട് നന്നായി ഇതൊന്ന് എല്ലായിടത്തേക്കും ആക്കി കൊടുത്തു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ലിപ് ലൈനർ പോലെ ഇതൊക്കെ ആഡ് ചെയ്തെന്ന്. ബട്ട് ഇത് വർക്കായില്ല. അപ്പോൾ ഞാൻ വീണ്ടും അത് മായ്ച്ച് കളഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അത് വീണ്ടും ഒന്ന് ഫില്ലാക്കി. അപ്പോഴേക്കും നല്ല ഭംഗി കാണാനായി. എന്നാലും നമുക്ക് പൊട്ടും ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. അതിൻ്റെ മുന്നെയാണ് ഞാൻ ഒരു കാര്യം മറന്നുപോയി. പിന്നെയാണ് എടുത്തത് എന്ന് വെച്ചാൽ ഹൈലൈറ്റർ ആഡ് ചെയ്യാൻ നമ്മൾ മറന്നുപോയി. അപ്പോൾ അതേ നമ്മൾ ഹൈലൈറ്റർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഹൈലൈറ്റർ ഇട്ടുണ്ടായിരുന്നു. ബട്ട് അത് അധികം നമ്മൾ ഹൈലൈറ്റ് ചെയ്തെന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറച്ചുകൂടി ഷിമ്മറായിട്ടുള്ള ഹൈലൈറ്റർ എടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് കണ്ണെഴുതുകയാണ്. അപ്പോൾ അതേ നമ്മൾ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളൊരു പൊട്ടും വെച്ചു കേട്ടോ. പൊട്ടില്ലെങ്കിൽ പിന്നെ എന്ത് രസം അല്ലേ. പിന്നെ ഞാനൊരു മുടിയഴയൊക്കെ ഇവിടേക്ക് ഇട്ടു ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഗായ്സ് ദേ ഇനിയാണ് 1 2 3. ഓ മൈ ഗോഡ്. അപ്പോൾ ദേ ഗായ്സ് നമ്മുടെ ഫൈനൽ ലുക്ക് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ കണ്ടോ, നല്ല സൂപ്പർ മേക്കപ്പാണ്, സൂപ്പറാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾക്കിത് വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാന്നുള്ളതാണ്. കണ്ടോ, ടീനേജേഴ്സിനൊക്കെ പെർഫെക്റ്റാണ്, പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ഗായ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.